സ്വപ്നങ്ങൾ കയ്യിൽ പിടിച്ച് ഒരു അപരിചിത നഗരത്തിലൂടെ ഇറങ്ങുന്ന നിമിഷമാണ് പലരുടെയും ജീവിതം ഉരുത്തിരിയുന്ന സ്ഥലം. ഭാഷ അറിയില്ല, വഴികൾ അറിയില്ല, കയ്യിൽ വലിയ സമ്പാദ്യവുമില്ല. എന്നിട്ടും തോൽക്കരുതെന്ന് മനസ്സിനോട് തന്നെ പറഞ്ഞ് മുന്നോട്ട് നടക്കുന്ന ചിലരാണ് ചരിത്രമാക്കുന്നത്. മുംബൈയുടെ തിരക്കേറിയ പ്ലാറ്റ്ഫോമിൽ ഒരു രാത്രി പകച്ചുനിന്ന 19കാരൻ ഇന്ന് ഇന്ത്യ കടന്ന് ലോകമറിയുന്ന ഒരു ബ്രാൻഡായി മാറിയ കഥയാണിത്. വിശപ്പും ഭയവും നിറഞ്ഞ ആ രാത്രിയിൽ ജനിച്ച ആത്മവിശ്വാസം എങ്ങനെ ദോശ പ്ലാസ എന്ന സാമ്രാജ്യമായി വളർന്നു എന്നതിന്റെ മനുഷ്യ സ്നേഹവും പരിശ്രമവും ചേർന്ന യാത്ര. രാത്രിയുടെ നിശബ്ദതയിൽ മുംബൈയിലെ വിക്ടോറിയ ടെർമിനസ് റെയിൽവേ സ്റ്റേഷൻ പതിയെ സജീവമായി തുടങ്ങുന്ന സമയം. ട്രെയിനിൽ നിന്നിറങ്ങിയ ആ 19കാരൻ പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. കയ്യിൽ ആകെയുള്ളത് കുറച്ച് പണവും വലിയൊരു സ്വപ്നവും മാത്രം. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് ചായ വാങ്ങി വരാമെന്ന് പറഞ്ഞു പോയി. മിനിറ്റുകൾ കഴിഞ്ഞു, മണിക്കൂറുകൾ കഴിഞ്ഞു. കൂടെ വന്നവൻ തന്റെ പണവും കൊണ്ട് മുങ്ങിയെന്നും ഭാഷ പോലും അറിയാത്ത ഈ മഹാനഗരത്തിൽ താൻ ഒറ്റപ്പെട്ടുവെന്നും പ്രേം ആ നിമിഷം തിരിച്ചറിഞ്ഞു. വിശപ്പും പേടിയും കൊണ്ട് വിറയ്ക്കുമ്പോഴും മുംബൈയിലെ ആ തിരക്കേറിയ പ്ലാറ്റ്ഫോമിൽ ഒരിടത്തിരുന്ന് അയാൾ മനസ്സിനോട് പറഞ്ഞു, ഇവിടെ നിന്ന് തോറ്റുമടങ്ങാനില്ല. ഒരു തമിഴ് കുടുംബത്തിന്റെ കരുണയിൽ ഒരു ഹോട്ടലിൽ പാത്രം കഴുകുന്ന ജോലി കിട്ടിയതോടെയാണ് പ്രേമിന്റെ മുംബൈ ജീവിതം ശരിക്കും തുടങ്ങുന്നത്. എപ്പോഴും എരിയുന്ന അടുപ്പുകൾക്കിടയിൽ സോപ്പ് ലായനയുടെ മണമുള്ള ആ സിങ്കിന് മുന്നിൽ നിന്ന് പകലന്തിയോളം പാത്രം കഴുകുമ്പോഴും പ്രേമിന്റെ കണ്ണുകൾ ആ ഹോട്ടലിലെ പ്രധാന ഷെഫിന്റെ കൈകളിലായിരുന്നു. ദോശക്കല്ലിൽ മാവ് കോരിയൊഴിച്ച് ഒരു മാന്ത്രികനെ പോലെ അയാൾ ദോശ ചുട്ടെടുക്കുന്നത് പ്രേം നോക്കി നിന്നു. പാത്രം കഴുകുന്നതിനിടയിൽ കിട്ടുന്ന ചെറിയ ഒഴിവു സമയങ്ങളിൽ അയാൾ ആ വിദ്യകൾ പഠിച്ചെടുത്തു. വർഷങ്ങൾക്കിപ്പുറം കഠിനമായി അധ്വാനിച്ചുണ്ടാക്കിയ ചെറിയ സമ്പാദ്യവുമായി പ്രേം വാശി റെയിൽവേ സ്റ്റേഷന് പുറത്ത് ഒരു ചെറിയ തട്ടുകടയിട്ടു. വെറും 2 തരം ദോശകൾ മാത്രമായിരുന്നു അന്നത്തെ മെനു. എന്നാൽ പ്രേം അവിടെയും തൃപ്തനായില്ല. മുംബൈയിലെ യുവാക്കൾക്ക് വ്യത്യസ്തമായ എന്തിനോടും താല്പര്യമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെയാണ് അടുക്കളയിൽ പരീക്ഷണങ്ങൾ തുടങ്ങുന്നത്. ദക്ഷിണേന്ത്യൻ ദോശയും ചൈനീസ് രുചികളും തമ്മിൽ ചേർന്നാൽ എങ്ങനെയുണ്ടാകും? ആ ചിന്തയിൽ നിന്ന് ഷെസ്വാൻ ദോശ പിറന്നു. പിന്നാലെ പനീർ ചില്ലി ദോശയും ചീസ് ദോശയും മെനുവിൽ സ്ഥാനം പിടിച്ചു. ഒടുവിൽ 108 തരം ദോശകൾ. ആളുകൾ അത്ഭുതപ്പെട്ടു. സാധാരണ ഒരു ദോശക്കടയിൽ നിന്ന് ആധുനികമായ ഒരു റെസ്റ്റോറന്റിലേക്ക് തന്റെ സംരംഭത്തെ മാറ്റാൻ പ്രേം തീരുമാനിച്ചു. അന്ന് ആ തട്ടുകടയ്ക്ക് അദ്ദേഹം ഇട്ട പേരായിരുന്നു ദോശ പ്ലാസ. ഷെസ്വാൻ ദോശ, പനീർ ദോശ, ചീസ് ദോശ, അങ്ങനെ 108 വെറൈറ്റി ദോശകൾ അദ്ദേഹം അവതരിപ്പിച്ചു. സിനിമകളിലെ ഹീറോയെ പോലെ വേഗതയിൽ ദോശ ചുട്ടെടുക്കുന്ന അദ്ദേഹത്തിന്റെ ശൈലി കാണാൻ തന്നെ ആളുകൾ കൂടി. സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്ന കാലത്ത് ആ ദോശക്കട മുംബൈയിൽ വൈറലായി. ഇന്ത്യയിലുടനീളം 70-ലധികം ഔട്ട്ലെറ്റുകൾ. കൂടാതെ ന്യൂസിലൻഡ്, ഒമാൻ, UAE തുടങ്ങിയ രാജ്യങ്ങളിലും ദോശ പ്ലാസയ്ക്ക് ശാഖകൾ. വർഷം 100 കോടിക്ക് മുകളിൽ വിറ്റുവരവുള്ള ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അധിപനാണ് ഇന്ന് പ്രേം ഗണപതി. ഇന്ന് കാലം മാറി. മുംബൈയിലെ തെരുവോരത്ത് പാത്രം കഴുകി നടന്ന ആ പയ്യൻ ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനാണ്. ന്യൂസിലാൻഡിലെയും ദുബായിലെയും ആളുകളിൽ ദോശ പ്ലാസയുടെ ബോർഡുകൾ മിന്നിത്തിളങ്ങുമ്പോൾ പ്രേം ഗണപതി ഇന്നും തന്റെ പഴയ തട്ടുകടയെ ഓർക്കാറുണ്ട്. ഒരു രൂപ പോലുമില്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ പകച്ചുനിന്ന ആ രാത്രിയാണ് തന്നെ ഇത്ര വലിയൊരു പോരാളിയാക്കിയതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഭാഗ്യത്തെക്കാൾ ഉപരി കൈമോശം വരാത്ത ആത്മവിശ്വാസവും പുതിയത് പരീക്ഷിക്കാനുള്ള ചങ്കൂറ്റവുമാണ് തന്നെ ഈ നിലയിലെത്തിച്ചതെന്ന് പുഞ്ചിരിയോടെ അദ്ദേഹം ഇന്നും ലോകത്തോട് പറയാറുണ്ട്.